നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തീരുവ പ്രശ്നം രമ്യമായി പരിഹരിച്ച് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങൾ വിജയിച്ചാൽ ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ ശക്തമായ രാഷ്ട്രമായി നിലനിൽക്കാനാകും. ഇതിൽ ഒരു സംശയവുമില്ല. അതിനുള്ള സമവായം കണ്ടെത്താൻ ഇന്ത്യ യുഎസുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തിവരികയാണ്. ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ, UK, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വൻതോതിൽ ഉയർത്തിയ ട്രംപിന്റെ നടപടിക്കെതിരെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് അതുപോലെ തീരുവ ഉയർത്തി പകരം ചോദിച്ചിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ. ഇതോടെ വ്യാപാര യുദ്ധത്തിന്റെ പിടിയിൽപ്പെട്ട രാജ്യങ്ങൾ നട്ടം തിരിയുകയാണ്. ഇതിനിടയിലാണ് ട്രംപിന്റെ രോക്ഷാകുലമായ തീരുവ ഉയർത്താൻ നടപടിയിൽ നിന്നും രക്ഷ നേടാൻ ഇന്ത്യയുടെ ശ്രമങ്ങൾ നടക്കുന്നത്. വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ US-ലേക്ക് 2 തവണ പോയി. ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുവ കുറയ്ക്കുന്നതിനും പരസ്പര വിപണി തുറന്നു കൊടുക്കുന്നതിനും ചർച്ചകൾ നടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ സഹമന്ത്രി ജിതിൻ പ്രസാദ് പറയുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം $500 ബില്യൺ ആക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. 2030 ഈ ലക്ഷ്യം കൈവരിക്കാനാണ് പദ്ധതി. അതേസമയം ലോകമാകെ ഏപ്രിൽ 2 ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. അന്നാണ് ട്രംപ് ലോകരാജ്യങ്ങൾക്ക് നേരെ കൂടുതൽ തീരുവ ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്ന് ഇന്ത്യക്കെതിരെയും ട്രംപ് തീരുവ ഉയർത്തിയാൽ ഇന്ത്യക്കും അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടി വരും. ഏപ്രിൽ 2 മുൻപ് ഇന്ത്യ അമേരിക്കക്കെതിരെ തീരുവ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അല്ലാത്തപക്ഷം അതേ നിരക്കിൽ ഇന്ത്യക്കെതിരെ തീരുവ ഏർപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിനു മുൻപേ ഒരു സമവായത്തിൽ ഇന്ത്യക്ക് എത്താൻ കഴിയുമോ? വളരെ ഉദ്യോഗജനകമായ ഒരു ദൗത്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ വെനസ്വേലയിൽ നിന്നും ഗ്യാസും ഓയിലും രഹസ്യമായി ഇന്ത്യ വാങ്ങിയത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ മാത്രം ഇന്ത്യക്കെതിരെ ഏപ്രിൽ 2 25% താരിഫ് ചുമത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട്. 2.2 കോടി ബാരൽ എണ്ണയാണ് ഇന്ത്യ അന്ന് വെനസ്വേലയുടെ പക്കൽ നിന്നും വാങ്ങിയത്. ഇക്കൂട്ടത്തിൽ റിലയൻസ് വെനസ്വേലയുടെ കയ്യിൽ നിന്നും ഗ്യാസും ഓയിലും അന്ന് വാങ്ങി. റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ എണ്ണവില പിടിച്ചു നിർത്താനായിരുന്നു മോദി സർക്കാരിന്റെ ശ്രമം. ഇതിനായി വില കുറച്ച് കിട്ടുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിരുന്നു. US-ന്റെ ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള ഗ്രേഡ് അസിസ്റ്റന്റായ ബ്രൈഡൻ ലീഞ്ച് മാർച്ച് 25 മുതൽ 29 വരെ ഇന്ത്യയിൽ വ്യാപാര ചർച്ചകൾ നടത്തും. ഇതിൽ ശുഭകരമായ തീരുമാനത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായും ബ്രണ്ടൻ ലീഞ്ച് വ്യാപാര ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ പല ഇറക്കുമതി തീരുവകളും വളരെ ഉയർന്നതാണെന്ന് ട്രംപ് കൂടെ വിമർശനം ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ വിസ്കിക്കും മറ്റും ഇന്ത്യ ഉയർന്ന തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മോദിയുടെ US സന്ദർശന വേളയിൽ ബുർബോൺ വിസ്കിക്കും അമേരിക്കയിൽ നിന്നുള്ള മോട്ടോർ സൈക്കിളായ ഹാർലി ഡേവിഡ്സണും ചുമത്തിയിരുന്ന ഉയർന്ന തീരുവ വെട്ടിക്കുറയ്ക്കുമെന്ന് മോദി സമ്മതിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കെമിക്കലുകൾ, കാർഷികോൽപ്പന്നങ്ങൾ, ചില ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും നികുതി കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ നിന്ന് ഭാരതത്തിന്റെ സേഫ് ആക്കാൻ എല്ലാ വഴികളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നുണ്ട്. അനുനയനം തന്നെയാണ് മോദിയുടെ പ്രധാന ആയുധം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.